കഴിഞ്ഞ ദിവസം നമ്മുടെ PSC ഡിഗ്രി ലെവൽ എക്സാമുകളുടെ പ്രിലിമിനറി എക്സാമുകളുടെ ഡേറ്റുകൾ, പുതുക്കിയ ഡേറ്റുകൾ അനൗൺസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് നമ്മുടെ ജനറൽ ഇലക്ഷൻ വരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിലിൽ നടത്താനിരുന്ന എക്സാമുകൾ മെയ്യിലോട്ടും, അതുപോലെ തന്നെ മൂന്നാമതൊരു ഘട്ടം, 2 ഘട്ടമായിരുന്നു ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ മൂന്നാമതൊരു ഘട്ടം ജൂൺ മാസത്തിൽ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 11/5/2024, 25/5/2024, 15/6/2024 എന്നിങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് PSC ഈ പറയുന്ന പ്രിലിമിനറി എക്സാം നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനം നമ്മുടെ പഠനത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പഠനം അതിനനുസരിച്ച് എങ്ങനെ മാറ്റം വരുത്താം, ഈ വരുന്ന സമയം, ഇനിയുള്ള സമയം നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട്, കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുന്നേ ഈ ഒരു ചാനലിൽ തന്നെ ഓൾറെഡി 30 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ പല ആൾക്കാരും, പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്ലാൻ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടെലഗ്രാം ജോയിൻ ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി ടാസ്കുകൾ, ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കുകൾ കൊടുത്തിട്ട് ഒരു മിഷൻ ഡിഗ്രി പ്രിലിംസ് മുന്നോട്ട് പോവുകയാണ് അല്ലേ. പല ആൾക്കാരും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തന്നെ ഇപ്പോൾ ഒരു ഡേ 14 ഒക്കെ ആയിക്കാണ്. അപ്പോൾ 14 ഡേ 15 ഒക്കെ ആയിക്കാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇനിയുള്ള ദിവസം, ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു 50 ദിവസമാണുള്ളത്. ആ ഒരു 50 ദിവസത്തെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അതിനു മുന്നേ കഴിഞ്ഞ ദിവസം ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഒരു പോൾ ഇട്ടായിരുന്നു. അതായത് ഡിഗ്രി പ്രിലിംസിന്റെ ഡേറ്റ് മാറ്റിയത് നിങ്ങളെ എങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇട്ട സമയത്ത് അതിന്റെ റിസൾട്ടാണ് പ്രധാനമായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം നോക്കി, അതിൽ 63% ആൾക്കാരും പറയുന്നത് എന്താ, കൂടുതൽ സമയം കിട്ടിയത് പഠനത്തെ സഹായിക്കും. അതായത് നമുക്ക് പഠനം കൂടുതൽ സമയം കിട്ടിയതുകൊണ്ട് കൂടുതൽ പഠിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി 9% ആൾക്കാർ പറയുന്നു പഠനത്തിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. അപ്പം ഈ പറയുന്ന കാര്യത്തിൽ ഇനി 19% നല്ല കാര്യം. കാരണം ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയതായിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് പഠിക്കാൻ സമയം കിട്ടി. ഇനിയിപ്പോൾ മുന്നേ പഴയ ഡേറ്റ് ആയിരുന്നെങ്കിൽ അയ്യോ പഠിച്ചു കഴിഞ്ഞാൽ തീരുമോ എന്ന് കൺഫ്യൂഷനുള്ള ആൾക്കാരായിരിക്കും ഈ പറയുന്ന 19% ആൾക്കാർ. പുതിയതായിട്ട് ഡേറ്റ് അനൗൺസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, കൂടുതൽ സമയം കിട്ടുമല്ലോ, അതുകൊണ്ട് പഠിച്ചു തുടങ്ങിയില്ല, ഇനി പഠിച്ചു തുടങ്ങാം, അത് നല്ല കാര്യം അല്ലേ. മറ്റൊന്ന്, ഡേറ്റ് മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ പഠനം നമ്മൾ എന്ത് ചെയ്യും, ആ ട്രാക്കിലൂടെ തന്നെ പോകുമെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. 9%, മനസ്സിലായല്ലോ, എന്ന് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. ഇനി മറ്റ് 2 വിഭാഗത്തിലോട്ട് വന്നാൽ, പഠനത്തിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു, കൂടുതൽ സമയം കിട്ടിയത് പഠനത്തെ സഹായിക്കും എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, രണ്ടാമത് പറഞ്ഞ കൂടുതൽ സമയം കിട്ടിയത് പഠനത്തെ സഹായിക്കും, അതൊരു നല്ല കാര്യമാണ്. കൂടുതൽ സമയം കിട്ടി, നമുക്ക് കൂടുതൽ പഠിക്കാൻ സമയമുണ്ട്, നമ്മുടെ പഠനത്തിന് സഹായിക്കുന്നു. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഒളിച്ച് ഇരിപ്പുണ്ടല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ സമയം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിലവിലുള്ള പഠനത്തിൽ നിന്ന് ബ്രേക്കുകൾ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് മുന്നിൽ ഒരു 10 ദിവസമേ ഉള്ളൂ. 10 ദിവസമാണ് അർജന്റായിട്ട് വർക്ക് തീർക്കണം, അല്ലെങ്കിൽ അതിനകത്ത് പഠിച്ച് തീർക്കണം എന്ന് നമുക്ക് ഉണ്ടായിരുന്നപ്പോഴും നമ്മൾ ഭയങ്കര നമ്മൾ ഉറക്കം കുറച്ചിട്ട് കൂടുതൽ പഠനത്തിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ സമയം മാറ്റി വെച്ചു, അല്ലെങ്കിൽ എക്സാം ഡേറ്റ് ഒരു മാസത്തേക്കും കൂടെ തള്ളി നീക്കി വെച്ചപ്പോൾ നമ്മുടെ പഠനത്തിന്റെ ആ ഒരു അത്രയും കൊടുക്കുന്ന സീരിയസ്നെസ് കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പതുക്കെ ബ്രേക്കുകൾ എടുത്തു തുടങ്ങാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ സമയമുണ്ടല്ലോ, അതാണ് ഇതിൽ നിന്ന് മറ്റൊരു രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാൻ വരുന്നത്. കൂടുതൽ സമയമുണ്ട്, മെച്ചപ്പെട്ട രീതിയിൽ പഠിക്കാം എന്നും വായിച്ചെടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ സമയമുണ്ട്, പതുക്കെ റിലാക്സ് ചെയ്ത് ബ്രേക്കുകൾ എടുത്ത് പഠിച്ചാൽ മതി, നല്ല കാര്യം. ബ്രേക്കുകൾ എടുത്ത് പഠിക്കുന്ന കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടും. പക്ഷെ ബ്രേക്കുകളുടെ ദിവസങ്ങളും സമയവും കൂടുമ്പോഴാണ് പ്രശ്നം വരുന്നത് അല്ലേ. നമ്മൾ ബ്രേക്ക് എടുക്കാൻ പോകുന്നു, ആ ബ്രേക്ക് 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, ഒരാഴ്ച ബ്രേക്ക് എടുത്തു. കാരണം എക്സാം 1 മാസത്തേക്ക് നീട്ടി വെച്ചല്ലോ. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്ന അത്രയും ഒരാഴ്ച നമ്മുടെ മുന്നിൽ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ 1 മാസം നീട്ടി വെച്ചുകൊണ്ട് ഒരാഴ്ച ബ്രേക്ക് എടുക്കാം, എന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക, ബ്രേക്ക് എടുക്കുന്നത് പിന്നീട് പഠനത്തിലോട്ട് തിരിച്ചു വരാൻ വലിയ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഞാൻ ഈ പോൾ ഇട്ടതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെയാണ്. ഒരു വീഡിയോയുടെ പോളിന്റെ റിസൾട്ട് അനുസരിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച റിസൾട്ട് കിട്ടിയപ്പോൾ മനസ്സിലായി കൂടുതൽ സമയം കിട്ടിയെന്ന് സന്തോഷിക്കുന്ന ആൾക്കാരാണ്. നല്ല കാര്യം, നിങ്ങളുടെ പഠനം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ ബ്രേക്കുകൾ എടുക്കുന്നത് പഠനം മാറ്റി വെച്ചിട്ടുള്ള ബ്രേക്കുകൾ ആകരുത്. ഇനി 1ാമത്തെ വിഭാഗം പറയുന്നു പഠനത്തിന്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾ ഓൾറെഡി ഒരു ഫ്ലോയിൽ പഠിച്ചുകൊണ്ട് വരികയാണ്, ഇത്ര ദിവസം കൊണ്ട് തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഫ്ലോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, ഇനി പഠിക്കാനുള്ള ഒരു മടുപ്പ് തോന്നുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരായിരിക്കും 9% എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ
ഫ്ലോ വിട്ട് പോകരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ഈ പറയുന്ന 9% ആൾക്കാരുടെ പ്രത്യേകത അവർ ഓൾറെഡി പഠിച്ചൊരു വിഭാഗം ഒരു പരിധി വരെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ കഴിഞ്ഞിരിക്കുന്നതിന് റിവിഷൻ ചെയ്യുക എന്നൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇനിയിപ്പോൾ എക്സാം നീട്ടി വെക്കുന്നു, ഇനി കൂടുതൽ അത്രയും ദിവസം കൂടെ ഞാൻ വർക്ക് ചെയ്യണമല്ലോ, ഫ്ലോ നഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടു, ഇനി ഒരു മാസവും കൂടെയാണ് നമുക്ക് മുന്നിലുള്ളത് അല്ലെ. ഇത് കൂടാതെ ഒരു മാസവും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഫ്ലോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വർക്കിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ പോകും. നിങ്ങൾ തന്നെ ആലോചിക്കുക സ്വന്തമായിട്ട്. ഫ്ലോ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വേറെ ആർക്കും കുഴപ്പമില്ല, കാണുന്നവർക്ക് കുഴപ്പമില്ല. നിങ്ങൾ ചെയ്ത വർക്കിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണ്ടേ, അതിനൊരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് കിട്ടണ്ടേ. അത് പ്രിലിംസ് ഈ എക്സാം ക്രാക്ക് ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പൊ അതിന് ഇത്രയും ദിവസം നമ്മൾ പഠിക്കൽ കല ഉടയ്ക്കുന്നു എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ചെയ്യാതിരിക്കുക. എന്താണ് അതൊന്ന് മാക്സിമം എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ മിഷൻ ഫോളോ ചെയ്യുന്ന, അതായത് മിഷൻ ഡിഗ്രി പ്രിലിംസ് ഇട്ടിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമാണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്കും പ്രിലിംസ് ക്രാക്ക് ചെയ്യാം ഇനി പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി മറ്റു വിഭാഗത്തിൽ വരുന്ന ആൾക്കാരെ വേണ്ടി ഞാൻ ഒന്നും പറയുന്നില്ല, കാരണം അവർ ഈ ഡേറ്റ് മാറ്റുന്ന കാര്യം അവർക്ക് വിഷയമല്ല. ഓക്കെ അല്ലേ. കാരണം അവർ പഠിക്കുന്നുണ്ട്, അവരുടെ പഠന രീതി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാണ് ഞാനൊരു പോൾ ഇട്ട് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു പേജ് എടുത്തതേ ഉള്ളൂ. ഇനി നമ്മുടെ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, മുന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ കുറച്ചും കൂടി അഡീഷൻസ് നമ്മൾ വരുത്തേണ്ടതുണ്ട്. എന്താ, ഹോട്ട് ടോപ്പിക്സ്. ഒന്നാമത് നമ്മൾ എല്ലാ വിഷയങ്ങളെയും പറ്റിയുള്ള ഹോട്ട് ടോപ്പിക്സിന്റെ വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഹോട്ട് ടോപ്പിക്കുകൾ, നിങ്ങൾ ഏതിലൊക്കെ ഊന്നൽ കൊടുത്ത് പഠിക്കണമെന്നുള്ള ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, സയൻസ് ആൻഡ് ടെക് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളുടെയും ഹോട്ട് ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു പ്ലേ ലിസ്റ്റ് ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. 2-3 വീഡിയോസും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, പ്ലേ ലിസ്റ്റ് ആക്കി അത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടു നോക്കുക. ഇനി ആ ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള വീഡിയോസ് കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ടെലഗ്രാം ചാനലിൽ വേണമെങ്കിൽ ഹോട്ട് ടോപ്പിക്കുകളുടെ ആ PDF നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആ ഹോട്ട് ടോപ്പിക്സ് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഹോട്ട് ടോപ്പിക്സ് മെയിൻ ആയിട്ട് വായിക്കുക. ഈ ഹോട്ട് ടോപ്പിക്സ് നമുക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടോപ്പിക്കുകളിലും കൂടെ പോവുക. അപ്പൊ ഹോട്ട് ടോപ്പിക്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള, അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇനിയുള്ള 50 ദിവസം ഉണ്ടല്ലോ എല്ലാം നമുക്ക് വാരി വലിച്ചിട്ട് പഠിക്കാം, അതായത് എല്ലാ കാര്യങ്ങളും ഓരോ വിഷയങ്ങളും മൊത്തത്തിലും കവർ ചെയ്ത് പോകല്ല. സ്മാർട്ട് സ്റ്റഡിയാണ് നമുക്ക് വേണ്ടത്. ഒരു മാസം എന്ന് പറയുന്നത് വലിയ സമയമൊന്നും അല്ല, പെട്ടെന്ന് തീരും. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലായിടത്തും ഓടിയെത്താൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യാനുള്ളത് ഹോട്ട് ടോപ്പിക്സിൽ തന്നെ നിൽക്കുക. അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം മുഴുവൻ സിലബസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലോട്ട് പോവുക. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കാനുള്ള. അന്ന് ഞാൻ 30 ഡേയ്സ് സ്ട്രാറ്റജി ചെയ്യുമ്പോഴും അത് തന്നെ പറയുന്നു, ഇപ്പോഴും അത് തന്നെ പറയുന്നു. ഹോട്ട് ടോപ്പിക്സിൽ ഊന്നൽ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മറ്റതിലോട്ട് പോവുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, പക്ഷെ ഞാൻ ഒരു ചെറിയൊരു വ്യത്യാസം ഈ വീഡിയോയിൽ പറയുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് 8 എണ്ണം ചെയ്യാം. 8 പ്രിലിമിനറി ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, 8 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കൂടാതെ അത് മുഴുവനായി നമുക്ക് ചെയ്യാം, കാരണം നമ്മുടെ അതേ സെയിം സിലബസിനുള്ള ക്വസ്റ്റ്യനാണ്. അത് കൂടാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവനായിട്ട് ചെയ്യണമോ? അതിൽ വ്യത്യാസമില്ലേ, സിലബസിൽ വ്യത്യാസമുണ്ട്. അതിൽ എക്കണോമിക്സിൽ വ്യത്യാസമുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, കാരണം അത് ലൈഫ് സയൻസ്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ, സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ചില സബ്ജക്റ്റുകളിൽ, അതുപോലെ തന്നെ എന്താ, കേരള ഗവേണൻസ്, അപ്പൊ അങ്ങനെ ഒരു സബ്ജക്ട് ഇവിടെ ഇല്ല. അപ്പൊ അങ്ങനെ കുറെ ടോപ്പിക്കുകളിൽ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോപ്പിക്കുകൾ നമുക്ക് പ്രിലിംസിന് ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യാനുള്ളത്, സെലക്റ്റീവായിട്ട് ആവശ്യമുള്ള GK ടോപ്പിക്കുകളിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യുക. നമ്മളിപ്പോൾ ഈ പറയുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഓരോ ദിവസം 10 ക്വസ്റ്റ്യൻസ് വെച്ച് മെയിൻസിനകത്തുള്ള, അതായത് മെയിൻസിനകത്തുള്ള 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ ദിവസവും ഈ പറയുന്ന GK പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസം 10 ക്വസ്റ്റ്യൻസ്, അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സിലെ 10 ക്വസ്റ്റ്യൻസ് വീതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മെയിൻസിനകത്തും ചോദിച്ചിട്ടുള്ള പ്രിലിംസിന്റെ സിലബസിൽ നിന്ന് മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാം. അതായത് PSC ഈ മേഖലയിൽ ഇപ്പോൾ പ്ലാനിങ് എന്നൊരു പോർഷൻ എടുത്താൽ അതിൽ നിന്ന് മെയിൻസിനും പ്രിലിംസിനും എല്ലായിടത്തു നിന്നും ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് എന്താ, മെയിൻസിന്റെ വരുമ്പോൾ പ്രത്യേകത ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ കൂടുതലാണ്. അപ്പൊ രണ്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നു, അതാണ് ഇതിന്റെ ഗുണം. പക്ഷെ മെയിൻസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻസിൽ ചില ടോപ്പിക്കുകൾ അതിനകത്തില്ല, ചില അഡീഷണൽ ടോപ്പിക്കുകളുണ്ട്. ഉദാഹരണം എക്കണോമിക്സിന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ന്യൂ എക്കണോമിക് റിഫോംസ്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ മെയിൻസിലുണ്ട്, പക്ഷെ പ്രിലിംസിനില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ ആ ടോപ്പിക്കുകളൊക്കെ ഒഴിവാക്കി 10 ക്വസ്റ്റ്യൻസ് വെച്ച് ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ഇത് സ്വന്തം സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യാൻ പാടില്ല. എല്ലാം നമുക്ക്, കാരണം നമ്മൾ അത്രയും കവർ ചെയ്യുന്നില്ല നമ്മുടെ പഠനത്തിൽ. നിങ്ങൾ ചെയ്യാനുള്ളത്
പ്രിലിംസിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അത് മാത്രം നമ്മൾ GK ടോപ്പിക്കിനകത്ത് എടുക്കുക. ഇനി മാത്സ് ഇംഗ്ലീഷ് മലയാളം ചെയ്യുമ്പോൾ നമ്മുടെ ഗുണം 8 പ്രിലിംസ് ക്വസ്റ്റ്യൻസ്, 8 PYQനകത്തുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിൽ 8 ദിവസം ആയപ്പോൾ തന്നെ 8 പ്രിലിംസ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തു. ഇനിയും വരുന്ന ആൾക്കാർക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതുകൂടാതെ 8 പ്രിലിമിനറി ക്വസ്റ്റ്യൻസിനകത്തുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോകാനുള്ളത് എവിടെയാണ്? മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന നമ്മുടെ ഇനി ടെലഗ്രാം ചാനൽ ഇടാൻ പോകുന്നത് ഈ പറയുന്ന പോലെ മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. പറ്റുമെങ്കിൽ മലയാളവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മാക്സിമം മലയാളവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ മാത്സും ഇംഗ്ലീഷിന്റെയും 10 ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന മെയിൻസിനകത്തുള്ള മാത്സിന്റെ ഇംഗ്ലീഷിന്റെയും ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? മാത്സ് ഇംഗ്ലീഷ്. അപ്പോൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് ഇവിടെ കവർ ആവുന്നത്. മെയിൻസും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചുള്ള മെയിൻസും കൂടെ കവർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും 12th ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം, 10th ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. മനസ്സിലായി? അപ്പൊ മാത്സിനും ഇംഗ്ലീഷിനും വലിയ പോസിബിലിറ്റിയാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം ക്വസ്റ്റ്യൻസ് PSC തന്നെ മുൻവർഷം ചോദിച്ചിട്ടുണ്ട്. കാരണം ആ മോഡലിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ള മാത്സ് ഇംഗ്ലീഷ് മലയാളം പഠിക്കാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ മാത്സിന്റെ ട്രിക്സും ടിപ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലേ. കാരണം വേഗത്തിൽ മാത്സ് ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഒരു നിങ്ങൾക്ക് അതിലൊരു ഭൂരിപക്ഷം ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്ത കോൺസെപ്റ്റ് ആണെങ്കിൽ അത് മാത്രം ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുക. അല്ലാതെ മുഴുവൻ സമയം കണ്ട് മാത്സ് പഠിച്ച് അങ്ങനെ ചെയ്യരുത്. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഫുള്ള് ചെയ്യുക. അതിൽ 1, 2, 3 കോൺസെപ്റ്റുകൾ വരുമ്പോൾ അത് മാത്രം യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അതിന്റെ ഫോർമുല എന്താണ്, ചെയ്യാനുള്ള എളുപ്പവഴി എന്താണ് നമുക്ക് കിട്ടും. ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതിൽ കൺഫ്യൂഷൻ വരുന്നത് മാത്രം സെർച്ച് ചെയ്ത് നോക്കാം. അല്ല കംപ്ലീറ്റ് ആയിട്ട് മാത്സ് പഠിച്ചിട്ടേ ഞാൻ മാത്സ് ചെയ്യൂ എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം മാത്സ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷും കോൺസെപ്റ്റുകൾ, ഗ്രാമർ, ഈ പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് എന്ത് കിട്ടും? യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി മലയാളം നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് 8 പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പ്ലസ് മെയിൻസിന്റെ ഈ പറയുന്ന ഇംഗ്ലീഷ് മാത്സും കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സിന്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ്, ഒരു കമ്പൈലേഷൻ, വേറൊരു യൂട്യൂബ് ചാനലിൽ ഒരു കമ്പൈലേഷൻ ഒരു വർഷത്തെ മുഴുവൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി ടെലഗ്രാം ചാനലിൽ ഞാൻ പറഞ്ഞതാണ്, ഒരു ദിവസം 15 മിനിറ്റ് വെച്ച് എന്ത് ചെയ്യുക, ഒരു വീഡിയോ കണ്ടു നോക്കൂ, ഇയർലി കമ്പൈലേഷൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചെയ്യാനുള്ളത്. ഹോട്ട് ടോപ്പിക് നമ്മൾ ഫോക്കസ് ചെയ്യുക, പ്ലസ് സമയം ഉണ്ടെങ്കിൽ അഡീഷണൽ ടോപ്പിക്കുകൾ, ഹോട്ട് ടോപ്പിക്സിൽ നിൽക്കുക ആദ്യം. രണ്ടാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രിലിംസ് ചെയ്യുക. അതിനുശേഷം പ്രിലിംസിന്റെ സിലബസിനകത്തുള്ള മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമ്മൾ ചെയ്യുക. ദെൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ വരുന്നത് പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് മെയിൻസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, 12th ലെവലിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ പഠനം സ്മാർട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ഫ്ലോ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇതുവരെയുള്ള പഠനത്തിന്റെ നമുക്ക് തന്നെ കിട്ടുന്ന റെക്കഗ്നേഷൻ നമ്മൾ റിവാർഡ് ചെയ്യുന്നു. അതായത് നമ്മൾ പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ഇത്രയും ദിവസം പഠിച്ചു, നമ്മുടെ റിവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഇടയ്ക്ക് ഫ്ലോ നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല. കാരണം ബാക്കി ആർക്കും ഒന്നും സംഭവിക്കില്ല, നമുക്ക് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നമ്മളാണ് നമ്മുടെ ടൈമും നമ്മുടെ എനർജിയാണ് നമ്മൾ ഇത്രയും ദിവസം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ ആ ഫ്ലോ നഷ്ടപ്പെടരുത്. ദെൻ കൂടുതൽ സമയം കിട്ടിയവർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരെ സംബന്ധിച്ചിടത്തോളം സുവർണ അവസരമാണ്, സ്റ്റാർട്ട് ചെയ്തോളൂ. മറ്റുള്ള ആൾക്കാർ പറയുന്നത് ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മോശമായിട്ട് പറയുന്നല്ല കേട്ടോ. ഡേറ്റ് മാറ്റിയാൽ എന്ത്, മാറ്റിയില്ലെങ്കിൽ എന്ത്, ഞാൻ ശ്രദ്ധിക്കാറില്ലെന്ന് പറഞ്ഞു. അവരെന്ന് വെച്ചാൽ ഇതിനൊന്നും നോക്കാറില്ല, പഠിക്കുന്നു, നമ്മൾ എക്സാം വരുമ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. ഫേസ്, അതായത് പുതിയ എക്സാം ഡേറ്റിലോട്ട് പ്രിലിംസ് മാറിയപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഉഴപ്പരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ പഠനം അതിനനുസരിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാൽ, സ്മാർട്ടായിട്ട് നമ്മുടെ പഠനത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പ്രിലിംസിന് നമ്മൾ ഒരു കട്ട് ഓഫ് ഉണ്ടാവുമല്ലോ, പ്രിലിംസ് ക്ലിയർ ചെയ്യാനുള്ള, അതിലും വളരെ കൂടുതൽ പോകും. അത്രയൊന്നും ആവശ്യമല്ല. പ്രിലിംസിന്റെ കട്ട് ഓഫ് മാത്രം ജസ്റ്റ് ക്ലിയർ ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മുടെ പഠനം കൊണ്ട് നമ്മൾ വളരെ കൂടുതൽ എത്തിയാലും നമ്മൾ സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞു, ജസ്റ്റ് കട്ട് ഓഫ് മാത്രം നമ്മളെ കൊണ്ട് മതി ക്ലിയർ ആകാൻ. പക്ഷേ നിങ്ങളുടെ പഠനം ചിലപ്പോൾ നല്ല രീതിയിലുള്ള മാർക്കുകൾ കിട്ടിയെന്നൊക്കെ ഇരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഫോക്കസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, സ്മാർട്ട് സ്റ്റഡി, ഫ്ലോ പോകരുത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും മാത്രമേ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളെന്ന് ഈ ഡേറ്റ് മാറ്റിയതുകൊണ്ട് നിങ്ങളൊന്ന് ജസ്റ്റ് അഡ്രസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വീഡിയോ കൊണ്ട് എല്ലാവർക്കും താങ്ക് യു.